ഹലോ ഗൈസ്, എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു വണ്ടി ഒരു പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒരുപാട് പേര് മെസ്സേജും കമൻറ്റ് ചെയ്തും ചോദിച്ചൊരു കാര്യമാണ്, ഇത് ഏതാണ് വണ്ടി, ഏത് മോഡലാണ്, ഇതിലേത് കളറാണ് ചെയ്തിട്ടുള്ളത്, ഇത്രയും വർക്കും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ RTO ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അപ്രൂവൽ നമുക്ക് കിട്ടുമോ, RCയിൽ കളർ ചേഞ്ച് കിട്ടുമോ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ടും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ മോഡൽ വണ്ടിയുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, 2006 മോഡൽ ബജാജ് CT 100 ഫ്ലെയിം റെഡ് കളറാണ് RCയിൽ ഉണ്ടായിരുന്നത്. അത് ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്തു തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫുൾ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പണിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം വണ്ടിയുടെ ഒരു ഫുൾ ഔട്ട്ലുക്ക് പറഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ ഫുൾ ഔട്ട്ലുക്ക്. ജസ്റ്റ് നമുക്ക് ഇതിൽ എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്താൽ കളർ ചേഞ്ച് ചെയ്ത് എന്താണ് കളറിൻ്റെ പേര്, എന്തൊക്കെ സെപ്പറേറ്റ്ലി ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം നമ്മളിത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഡിസ്ക് എന്ന സംഭവം. അപ്പോൾ ഈ ഡിസ്ക് സെപ്പറേറ്റ് നമ്മൾ കയറ്റിയിട്ടുള്ളതാണ്. ഡിസ്ക് വേറെ ഒന്നിൻ്റെ അല്ല, നമ്മുടെ യൂണിക്കോണിൻ്റെ പഴയ മോഡൽ ഡിസ്ക്കാണ് ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇതിലൊന്ന് ഇട്ട് നോക്കുമ്പോൾ ഓൾറെഡി ഒരു ഇഞ്ചോളം ഹൈറ്റ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്തുണ്ട്, ഇതിൻ്റെ നോർമൽ കേബിൾ നമുക്ക് എത്താത്ത കാരണം നമ്മൾ എക്സ്ട്രാ ഒരു 140 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കേബിൾ എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇത് ചെയ്തിട്ടുള്ളത് ഇതാ ഒരു നമ്മളെ RX-Z അതുപോലെ സാമ്രായിലൊക്കെ ചെയ്യുന്നൊരു അതിൻ്റെയൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ബജാജിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് CT 100. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരു ഗ്രൂപ്പിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. CTRC എന്ന നമ്മളൊരു ഗ്രൂപ്പുണ്ട്, CT സ്നേഹിക്കുന്ന എല്ലാവരും ഉള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു എംബ്ലം നമ്മൾ ജസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ 2 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റർ ഷോഗണിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫിനിക്സിൻ്റെ ഷോക്കപ്പാണ്. ഫിനിക്സിൻ്റെ ഷോക്കപ്പ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹൈറ്റ് കൂടുതൽ വേണ്ടാത്തതുകൊണ്ട് ജസ്റ്റ് നെട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ടയറും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ്. പിന്നെ അതുപോലെ വണ്ടിയിൽ സെപ്പറേറ്റായി ചെയ്തിട്ടുള്ളത് 2 ഫോഗ് ലാമ്പ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് 2 ഫോഗ് ലാമ്പ് ഇട്ടിട്ടുണ്ട്, യെല്ലോ. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലൊരു RGB ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഫോഗ് ലാമ്പ് 2 കളറുണ്ട്, ഒന്ന് കാണിക്കാം. ഒന്ന് യെല്ലോ കളറുണ്ട്, ഒന്ന് വൈറ്റ് കളറുണ്ട്. വൈറ്റ് കളറുണ്ട് ഫോഗ് ലാമ്പ്, അതുപോലെ യെല്ലോ കളറും വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു RGB ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് നമുക്ക് നേരെ നോക്കി നോക്കാം. ഇതാണ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു RGB ലൈറ്റ്. അതുപോലെ തന്നെ 2നും എക്സ്ട്രാ സ്വിച്ച് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്, പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡർ, അതുപോലെ തന്നെ നമ്മുടെ RGB ലൈറ്റിൻ്റെ ഒരു സ്വിച്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ RX-100 RX-Z ഒക്കെ ഒരു സ്ക്വയർ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് കളർ ഏതാണ്. അപ്പോൾ റേറ്റും കാര്യങ്ങളും പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു ഗ്രീൻ കളറിന് എന്താണ് ഇത്രയും കൂടുതൽ റേറ്റ് എന്ന്. ഇത് വേറൊന്നുമല്ല, ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ ഏതിലടിച്ചു കഴിഞ്ഞാലും ഈ ഒരു കളർ കിട്ടും. പക്ഷേ ഇത് കുറച്ച് റേറ്റ് കൂടിയ കളറാണ്. മെറ്റാലിക് ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീനിഷ് മെറ്റാലിക്, ഇതിൽ ഏതെങ്കിലും ഒരു കളർ, രണ്ടും ഏകദേശം കളർ. ഗ്രീനിഷ് മെറ്റാലിക് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഒരു ഷൈനിങ് ഉണ്ടാവും. ജസ്റ്റ് വണ്ടിയുടെ ലൈറ്റിൽ അവിടെയൊക്കെ ഷൈനിങ് വണ്ടിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ടാങ്കിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീനിഷ് മെറ്റാലിക് എന്നാണ് നമ്മളെ പെയിൻറ്റിൻ്റെ നെയിം. പെയിൻറ്റ് വർക്കും ജസ്റ്റ് ഈ സ്റ്റിക്കർ വർക്കും എല്ലാം കൂടെ നമുക്ക് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു 9,000 റുപ്യാണ്. അത് 9,000 രൂപ നമുക്ക് ഇതിന് ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ പുറമെ അപ്പോൾ നമ്മൾ വണ്ടിയിൽ എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ജസ്റ്റ് നമ്മൾ വണ്ടിയിലൊക്കെ ഒരു ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് പെയിൻറ്റ് പ്രൊട്ടക്ഷനായിട്ട്. അതിപ്പോൾ ടാങ്കിലും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വേറെ ടച്ചും കാര്യങ്ങളും വരാത്തതുകൊണ്ട് ബാക്ക് സൈഡിലേക്ക് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ ഷോർട്ട് ബാറാണ് ഇട്ടിരിക്കുന്ന വണ്ടിയിൽ. അതിൽ തന്നെ ഒരു പ്രോട്ടാപ്പറിൻ്റെ ഒരു സ്പോഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൊമിനോൻ്റെ പവർ ത്രോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വണ്ടിയിൽ സെപ്പറേറ്റ് നോക്കിയാൽ തന്നെ വേറെ ജസ്റ്റ് നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ അണ്ടർബെല്ലി എന്ന സംഭവം. ഇത് പറഞ്ഞാൽ RX-Z RX-100 യൂസ് ചെയ്യുന്ന ഒരു അണ്ടർബെല്ലിയാണ്. ഇത് RX-Z 100 കറക്റ്റ് സ്യൂട്ടബിൾ ആയിരിക്കും. പക്ഷെ നമ്മുടെ സൈലൻസർ ജസ്റ്റ് പുറത്തൂടെ വരുന്നതായതുകൊണ്ട്, അതുപോലെ നമ്മുടെ ഈ ഒരു കമ്പി ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് സ്യൂട്ടബിൾ ആവില്ല. ജസ്റ്റ് കട്ട് ചെയ്തിട്ടും എക്സ്ട്രാ ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ വേണ്ടി വരും. ഇതൊക്കെ ഇപ്പോൾ എക്സ്ട്രാ ഉണ്ടാക്കിയ കേബിളാണ്. അതുപോലെ തന്നെ അണ്ടർവെല്ലി ഇവിടെ കട്ട് ചെയ്തിട്ടൊക്കെ കയറ്റിയിട്ടുള്ളത്. അങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. പിന്നെ ഇപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ ഫ്രണ്ട് ഒരു ലുക്ക് നമുക്ക് നോക്കിയാൽ തന്നെ വേണം വണ്ടി ഒരു ഹൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതിപ്പോൾ തന്നെ ഒന്ന് ഡിസ്ക് ഇട്ടപ്പോൾ തന്നെ ഒരു 1 ഇഞ്ചോളം വണ്ടി പൊന്തിയിട്ടുണ്ട്, ഒന്ന് ഹൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫിനിക്സിൻ്റെ ഷോക്കപ്പ് ഇട്ട കാരണം ബാക്കിലൊന്ന് പൊന്തി. പിന്നെ അതിൻ്റെ പുറമെ എക്സ്ട്രാ ഒരു സ്റ്റെമിനെട്ട് ഇട്ടിട്ട് നമ്മൾ 2 ഇഞ്ചിൻ്റെ എക്സ്ട്രാ ഒന്നും കൂടി പൊക്കിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടി വർക്ക് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആർട്ടിനകത്ത് കൊണ്ടുപോയി ടെസ്റ്റും കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വണ്ടിയിൽ ചിലപ്പോൾ ഈ ഡിസ്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തൊക്കെ അവർ അഴിപ്പിക്കും. കാരണം അതൊന്നും സ്റ്റോക്ക് ആയിരിക്കില്ല. പിന്നെ പറഞ്ഞാൽ ഞാൻ പോയത് സ്കൂൾ വഴിയാണ്. അപ്പോൾ സ്കൂൾ വഴി പോകുമ്പോൾ ഈ സ്റ്റിക്കർ വർക്ക്, അതുപോലെ എക്സ്ട്രാ ഫിറ്റിങ്സ്, ലൈറ്റ് കാര്യങ്ങൾ, മിറർ കാര്യങ്ങളൊന്നും പറ്റില്ല. ഒക്കെ സ്റ്റോക്ക് കണ്ടീഷൻ ആയിരിക്കണം. ജസ്റ്റ് അതിലൊരു ഇളവുണ്ടാവുക. നമ്മുടെ സ്റ്റോക്ക് സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല. അത് ജസ്റ്റ് ഇത്രയും വർക്കൊന്നും പാടില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു ബജാജ് എന്ന് എഴുതുക. അതുപോലെ തന്നെ ഈ സൈഡിലാണ് ഞാൻ CT100 എഴുതിയത്. അതിപ്പോൾ എവിടെയെങ്കിലും കമ്പനിയുടെ ഒരു മോഡൽ നെയിം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മതി. കൂടുതൽ സ്റ്റോക്കിൻ്റെ സ്റ്റിക്കർ വേണമെന്ന് അത്യാവശ്യമില്ല. പിന്നെ അതിപ്പോൾ ഓരോ സ്ഥലത്തെ RT ഓഫീസ് തന്നെ അനുസരിച്ചായിരിക്കും. പിന്നെ സ്കൂൾ വഴി പോയതുകൊണ്ട് നമുക്ക് എന്തുണ്ട് എക്സ്ട്രാ ചിലവ് വരും. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വട്ടം നടക്കണം. ജസ്റ്റ് നമ്മൾ നോർമൽ വണ്ടി കാണിച്ചു കൊടുക്കണം. അത് പിന്നെ രണ്ടാമത്തെ ഒരു വട്ടം ചെന്നിട്ട് വണ്ടി മാറ്റി എന്നുള്ളത് കാണിക്കണം. അതിനൊക്കെ ഒരു നമുക്ക് 10-100 രൂപ, ചിലപ്പോൾ ഒരു 300-500 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങി കിട്ടും. പക്ഷേ നമ്മൾ സ്കൂൾ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 രൂപ, 1300, അതിപ്പോൾ ഓരോ RTO സ്കൂളിനനുസരിച്ചിട്ടായിരിക്കും എമൗണ്ടും കാര്യങ്ങളും വരെ. എൻ്റെ അടുത്ത് ഞാനിപ്പോൾ കൊടുത്തത് 1300 അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസ്കും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലൊന്നും ഈ ഒരു സാധനങ്ങളും അതുപോലെ കേബിള്, ഷോക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നില്ല. ഫിനിക്സിൻ്റെ ഷോക്കപ്പ് കാര്യങ്ങളൊന്നും ഒക്കെ സ്റ്റോക്കായിരുന്നു ഉണ്ടായിരുന്ന വണ്ടിയിൽ. ആ ടെസ്റ്റിന് പോകുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഡിസ്ക് മാത്രമേ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയല്ല. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വർക്ക് ചെയ്ത ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൻ്റെ വീഡിയോയിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ID ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതുപോലെ ജസ്റ്റ് കൂടുതൽ അറിയാനുള്ളവർ എന്താട്ടണം, ഇൻസ്റ്റാഗ്രാം ID ജസ്റ്റ് ഒന്ന് മെസ്സേജ് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വർക്ക് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഒരൊട്ടം കൂടി പറഞ്ഞുതരാം. 2006 മോഡൽ ബജാജിൻ്റെ CT100 വേറെ ഒന്നുമല്ല ചെയ്തിരിക്കണം. ആ വണ്ടിയാണ് ഇത്രയും നമ്മൾ പണിത് ഇറക്കിയിട്ടുള്ളത്. അത് തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഫ്ലെയിം റെഡ് കളറായിരുന്നു. പിന്നെ നമ്മളെ എഞ്ചിന് കാര്യങ്ങൾ ഒക്കെ സ്റ്റീൽ കളർ ആ മോഡലായിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ ബ്ലാക്ക് ആക്കി ബോഡി നമ്മൾ എന്താട്ടി ഗ്രീനിഷ് മെറ്റാലിക് പെയിൻറ്റ് അടിച്ചു. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, ഇത് ഏതാ RX 100ൻ്റെ ആണോ ഏതിൻ്റെ ഹെഡ്ലൈറ്റ് വെച്ചാൽ ജസ്റ്റ് അതൊന്നുമല്ല. ഇത് നമ്മുടെ CT100ൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ജസ്റ്റ് ഇതിൽ നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് മെറ്റാലിക് സ്റ്റിക്കർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റും ഉണ്ട്, അതേമാതിരി ഗ്ലോസിയും ഉണ്ട്. മാറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു തിളക്കം കിട്ടാൻ കാരണം നമ്മൾ ജസ്റ്റ് അതിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്രയും ഒരു ഗ്ലേസിങ് കിട്ടുന്നത്. അപ്പോൾ വണ്ടിനെ പറ്റി ഇനി കൂടുതൽ അറിയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും നമ്മൾ ഒന്ന് ഇൻസ്റ്റാഗ്രാം ID ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിടുക. ചിലപ്പോൾ ഉടനെ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല, എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നോർമൽ ഹോൺ മാറ്റിയിട്ട് നമ്മളെ പൾസറിൻ്റെ ഡുവൽ ഹോൺ ഇട്ടിട്ടുണ്ട്, 2 എണ്ണം വരുന്നത്. പിന്നെ അതുപോലെ ബാറ്ററി നമ്മൾ മാറ്റിയിട്ട് നോർമലിൽ മാറ്റിയിട്ട് 4 ആംപിയറിൻ്റെ ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇതിൽ RGB ലൈറ്റ് പോകണം, നോർമൽ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഫോഗ് ലാമ്പ് എല്ലാം കൂടി വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാട്ടിയിട്ടുണ്ട്, അതിൽ നമ്മൾ 4 ആംപിയറിന് ഇട്ടിട്ടുണ്ട്. പിന്നെ സൗണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. സൗണ്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഫിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരെ ചെയ്തിട്ടുള്ളത് നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ അത്യാവശ്യം സൗണ്ട് ഉണ്ട്. പക്ഷേ മൈലേജ് ചെറിയൊരു ഷോട്ട് വരും. അപ്പോൾ വണ്ടി പണിത് ഇറക്കാൻ താല്പര്യമുള്ളത് ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ കൂടുതൽ വണ്ടിയെ പറ്റി അറിയാവുന്നവർക്കൊക്കെ എന്തായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ CT സ്നേഹിക്കുന്ന ആരായാലുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ CT റൈഡേഴ്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് നമുക്കുണ്ട്. ജസ്റ്റ് അതിലെല്ലാവരും ജോയിൻ ചെയ്യാം. ജസ്റ്റ് നമ്മുടെ ലോഗോ നിങ്ങൾക്ക് കാണാം, CT റൈഡേഴ്സ് ക്ലബ്ബ് എന്ന രീതിയിൽ ലോഗോ നമുക്കുണ്ട്. അപ്പോൾ CT സ്നേഹിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു, ബൈ.